ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് വ്യൂ ചെയ്യാം. അതിൽ 7ാമത്തെ വീഡിയോയാണിത്. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുമ്പ് ഇത് ഏത് എക്സാം ആണെന്നൊന്ന് പറഞ്ഞേക്കാം. ഇത് നവംബർ 22, 2018 നടന്ന എക്സാമാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഓപ്പറേറ്റർ അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾസ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്ന എക്സാമാണ്. ഇത് നവംബർ 22-നാണ് ഇതിൻ്റെ എക്സാം നടന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ ഈസ്റ്റേൺ ഘട്ട്. ഏതാണ് ഈസ്റ്റേൺ ഘട്ടിലെ ഹയസ്റ്റ് പീക്ക്? ആനമുടി, മഹേന്ദ്രഗിരി, ദോഡാബെട്ട, ധൗളഗിരി. ഇതിലേതാണ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ഈസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്? ഈസ്റ്റേൺ ഘട്ടിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ഏതാണ്? മഹേന്ദ്രഗിരിയാണ്. മഹേന്ദ്രഗിരി. ഈ പറഞ്ഞ ആനമുടി ഏതാണ്? വെസ്റ്റേൺ ഘട്ടിലെ ഈ ഏറ്റവും വലിയ കൊടുമുടിയാണ്. ഓക്കെ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോസ്റ്റൽ സാൾട്ട് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോസ്റ്റൽ സാൾട്ട് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ? ഏറ്റവും വലുത് ഏതാണ്? ഗോവിന്ദസാഗർ, ലോൾടാക്, അതുപോലെ ചിൽക്ക, വൂളാർ ലേക്ക് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ചിൽക്ക തടാകമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതെന്ന് ചോദിച്ചാലും, അതുപോലെ തന്നെ ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ ലേക്ക് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ചിൽക്കയാണ്. ഇതിൽ ഈ വൂളാർ കൊടുത്തിട്ടുണ്ടല്ലോ, വൂളാർ ഈസ് ദ ലാർജസ്റ്റ് എമംഗ് ദ ഫ്രഷ് വാട്ടർ ലേക്ക്. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് എന്ത്? വൂളാർ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദ ലാർജസ്റ്റ് ഇൻഹാബിറ്റഡ് റിവറൈൻ ഐലൻഡ് ഇൻ ദ വേൾഡ്. ദ ലാർജസ്റ്റ് ഇൻഹാബിറ്റഡ് റിവറൈൻ ഐലൻഡ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് ഏതാണ്? നദിയിലുള്ള ഐലൻഡാണ് ഉദ്ദേശിക്കുന്നത്. മാജുലി, ഉമാനന്ദ, കാംപല ആൻഡ് മർജാവോ. ഇതിലേതാണ് പറഞ്ഞിരിക്കുന്നത്? മാജുലിയാണ്. ഇൻഹാബിറ്റഡ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? വാസസ്ഥലമായതെന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ ആളുകളുണ്ട്. ദ ലാർജസ്റ്റ് ഇൻഹാബിറ്റഡ് റിവറൈൻ ഐലൻഡ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലെ മാജുലി ഐലൻഡാണ് കേട്ടോ. വേൾഡിൽ തന്നെ ഏറ്റവും വലുത് അതാണ്. ഇനി ദ ഓൺലി ലാർജ് റിവർ ഇൻ ദ ഇന്ത്യൻ ഡെസേർട്ട് റീജിയൻ. ഇന്ത്യൻ ഡെസേർട്ട് റീജിയനിലെ ഇന്ത്യൻ മരുഭൂമി ഭാഗത്തുള്ള ലാർജ് റിവർ, ഒരേ ഒരു റിവർ ഉള്ളൂ. ഏത് റിവറാണ്? രവി, ബിയാസ്, ഝെലം, ലൂണി. ഇതിലേതാണ് ആ റിവർ വരുന്നത്? രവി, ബിയാസ്, ഝെലം, ലൂണി. ഏതാണ്? ലൂണി നദിയാണ്. രാജസ്ഥാൻ ഥാർ മരുഭൂമിയിലൂടെയാണ് പോകുന്നത്. ലൂണി നദി. ഓക്കെ, ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ദ റിവേഴ്സ് ഗംഗ ആൻഡ് യമുന. വിച്ച് ഈസ് ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ദ റിവേഴ്സ് ഗംഗ ആൻഡ് യമുന? ഗംഗ, യമുന എന്നിവ മീറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്നാണ്? ലക്നൗ, അഹമ്മദാബാദ്, ഫരീദാബാദ്, അലഹബാദ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗംഗയും യമുനയും സരസ്വതിയും കൂടി ചേരുന്ന ത്രിവേണി സംഗം എന്ന് പറയും. ശരിക്കും എവിടെയാണ്? അലഹബാദിലാണ് ഗംഗയും യമുനയും. ഇപ്പോൾ സരസ്വതി എന്ന് പറയുന്നത് നമ്മൾ ഇമാജിനറിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതില്ല. അത് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുണ്ടെന്നുള്ള സങ്കല്പമാണുള്ളത്. അത് ആര്യന്മാരൊക്കെ വളരെ പവിത്രമായിട്ട് കരുതിയിരുന്ന ഒരു നദിയാണ് സരസ്വതി നദി. ഓക്കെ, ഇപ്പോൾ ഗംഗയുടെയും യമുനയുടെയും സംഗമ സ്ഥാനം എവിടെയാണ്? അലഹബാദാണ്. വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ജുവൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് ഏത് സ്റ്റേറ്റാണ്? ജമ്മു ആൻഡ് കാശ്മീർ, മണിപ്പൂർ, പഞ്ചാബ്, ഒറീസ. ഏത് സ്റ്റേറ്റാണ് ജുവൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഇറ്റ് ഈസ് മണിപ്പൂർ. ഏത് സ്റ്റേറ്റാണ്? മണിപ്പൂരാണ് ജുവൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അടുത്തത് അനുശീലം വാസ് ആൻ ഓർഗനൈസേഷൻ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബേസ്ഡ് ഓൺ. അനുശീലം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്തുള്ള ഒരു ഓർഗനൈസേഷനാണ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു? എക്സ്ട്രീമിസ്റ്റ് ഐഡിയാസ്, റാഡിക്കൽ ഐഡിയാസ്, റവല്യൂഷണറി ടെററിസം, അതുപോലെ മോഡറേറ്റ് പ്രിൻസിപ്പിൾ. ഇതിലേതാണ് അനുശീലം വരുന്നത്? അനുശീലം എന്ന് പറയുന്നത് റവല്യൂഷണറി ടെററിസമാണ്. ഓക്കെ, ദ ചൗരി ചൗര ഇൻസിഡൻറ്റ് ഹാപ്പൻ ഡ്യൂറിങ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് ഹെൽഡ് ഓൺ. ദ ചൗരി ചൗര മൂവ്മെൻറ്റ് നടന്നത് എപ്പോഴാണ്? 5 ഫെബ്രുവരി 1922, 28 ജനുവരി 1922, 8 മാർച്ച് 1922, 8 ഫെബ്രുവരി 1922. ഓക്കെ, അപ്പോൾ ഇതിൽ 1922 ആണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത്. ഇയർ 1922 തന്നെയാണ് ചൗരി ചൗര ഇൻസിഡൻറ്റ് വന്നത്. അപ്പോൾ അത് ഏത് മാസമാണ്? ഫെബ്രുവരിയിലാണ്
ഫെബ്രുവരി 5-നാണ് ചൗരി ചൗര ഇൻസിഡൻറ്റ് നടന്നത്. In the following tourist attraction, which place is not in Idukki district? Idukki districtile അല്ലാത്തത് ഏതാണ്? ബ്ലോസം പാർക്ക്, ചീയപ്പാറ വാട്ടർഫോൾ, പോത്തമേട് വ്യൂ പോയിന്റ്, പടിഞ്ഞാറത്തറ ഡാം. ഇതിലേതാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ അല്ലാത്തതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പടിഞ്ഞാറത്തറ ഡാമാണ്. ഇൻ ദ ഫോളോയിങ് റിവേഴ്സ് വിച്ച് റിവർ ഫോൾസ് ഇൻ ദ പറവൂർ ലേക്ക്? ഈ കൊടുത്തിരിക്കുന്നവരിൽ ഏത് റിവറാണ് പറവൂർ കായലിൽ പതിക്കുന്നത്? കല്ലട, കരുവണ്ണൂർ, ഇത്തിക്കര, കാരിയംകോട. ഇതിലേതാണ് വരുന്നത്? ഓപ്ഷൻ സി ഇത്തിക്കരയാണ് കറക്റ്റ് ആൻസർ. ഇത്തിക്കര എന്ന് പറഞ്ഞ റിവർ പറവൂർ ലേക്കിലേക്കാണ് പതിക്കുന്നത്. അടുത്ത ചോദ്യം, വേദാധികാര നിരൂപണം ഈസ് എ ബുക്ക് റിട്ടൺ ബൈ. വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ബുക്ക് ആരെഴുതിയതാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ബോധേശ്വരൻ, AR രാജരാജവർമ്മ. ആരെഴുതിയതാണ് വേദാധികാര നിരൂപണം? ഇറ്റ് ഈസ് എ ബുക്ക് റിട്ടൺ ബൈ. ആരാണ് എഴുതിയത്? ഇത് എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ. നാഗലപുരം ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ്. നാഗലപുരം എന്ന് പറയുന്നത് ആരുടെ ബർത്ത് പ്ലേസ് ആണ്? തൈക്കോട് അയ്യ വൈകുണ്ഠാർ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദ. ആരുടെ ജന്മസ്ഥലമാണ് വരുന്നത്? അത് തൈക്കോട് അയ്യയുടെ ബർത്ത് പ്ലേസ് ആണ് ഏത്? നാഗലപുരം എന്ന് പറയുന്നത്. അടുത്തത്, സഹോദരൻ അയ്യപ്പൻ ലോഞ്ച്ഡ് മിശ്രഭോജനം പ്രോഗ്രാം അറ്റ് ചെറായ് ഇൻ ദ ഇയർ. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം പ്രോഗ്രാം എവിടെ നടത്തി? മിശ്രഭോജനം എവിടെയാണ് നടത്തിയത്? ചെറായ് ഏത് ഇയറിലാണെന്നാണ്? ചെറായിലാണ് നടത്തിയത് അദ്ദേഹം. അത് എവിടുന്നാണ് നടത്തിയത്? 1915, 1916, 1917, 1918. ഏത് ഇയറിലാണ് നടത്തിയതെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1917 ആണ്. 1917 സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തി. അത് എവിടെ വെച്ചാണ്? ചെറായിൽ വെച്ചാണ്. ഏത് വർഷമായിരുന്നു? 1917 Who led the first organized strike of agricultural labours in Travancore? ആദ്യമായിട്ട് ട്രാവൻകൂറിലെ അഗ്രികൾച്ചറൽ ലേബർ സ്ട്രൈക്ക് അത് ആരാണ് ഓർഗനൈസ് ചെയ്തത്? ഹു ലെഡ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് സ്ട്രൈക്ക് ഓഫ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഇൻ ട്രാവൻകൂർ? അതാരായിരുന്നു? പി കൃഷ്ണപിള്ള, അയ്യങ്കാളി, EMS നമ്പൂതിരിപ്പാട്, പൊയ്കയിൽ യോഹന്നാൻ. ഇതിലാരായിരുന്നു ഈ അഗ്രികൾച്ചറൽ ലേബർ സ്ട്രൈക്ക് ആദ്യമായിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്തത്? ഓക്കെ, ആരായിരുന്നു ഓർഗനൈസ് ചെയ്തത്? പി കൃഷ്ണപിള്ള, അയ്യങ്കാളി, EMS നമ്പൂതിരിപ്പാട്, പൊയ്കയിൽ യോഹന്നാൻ. ഇതിലാരായിരുന്നു? അയ്യങ്കാളിയാണ് ആദ്യത്തെ ഓർഗനൈസ്ഡ് അഗ്രികൾച്ചറൽ ലേബർ സ്ട്രൈക്ക് നടത്തിയത്. കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ അറ്റ് തോന്നക്കൽ വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ. കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ തോന്നക്കലിൽ സ്ഥാപിച്ചത് ഏതു വർഷമാണ്? 1957, 1962, 1965, അതുപോലെ 1958. അതിലേതാണ്? 1958ലാണ്. 1958ലാണ്. Who is the author of the book പാകിസ്ഥാൻ ബിയോണ്ട് ദ ക്രൈസിസ് സ്റ്റേറ്റ്സ്? ആരാണ് ഈ ബുക്ക് എഴുതിയത്? പാകിസ്ഥാൻ ബിയോണ്ട് ദ ക്രൈസിസ് സ്റ്റേറ്റ്സ് എന്ന ബുക്ക് ആരാണ് എഴുതിയത്? അമീർ മിർ, MJ അക്ബർ, ഖുറാം ഇക്ബാൽ, അനുപം ഖേർ. ആരാണ് ഈ ഒരു ബുക്ക് എഴുതിയത്? അത് എഴുതിയത് അമീർ മിർ ആണ്. അമീർ മിർ. ദ വിന്നർ ഓഫ് ദ ഓസ്ട്രേലിയൻ ഓപ്പൺ 2018 മെൻ സിംഗിൾസ്. വിന്നർ ഓഫ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2018 മെൻ സിംഗിൾസിൽ വിന്നർ ആരാണ്? റഫേൽ നദാൽ, റോജർ ഫെഡറർ, മാരിൻ സിലിക്, ഒലിവർ മറാജ്. ആരായിരുന്നു വിന്നർ ഓഫ് ദ ഓസ്ട്രേലിയൻ ഓപ്പൺ 2018 മെൻ സിംഗിൾസ്? ആരാണ് വരുന്നത്? റോജർ ഫെഡറർ ആണ്. റോജർ ഫെഡററിനാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത്. ഹു വൺ ദ എഴുത്തച്ഛൻ അവാർഡ് 2017? എഴുത്തച്ഛൻ അവാർഡ് 2017 ആർക്കാണ് ലഭിച്ചത്? കെ സച്ചിദാനന്ദൻ, വൈശാഖൻ, ശ്രീ രാധാകൃഷ്ണൻ, പ്രഭാവർമ്മ. ആർക്കായിരുന്നു ലഭിച്ചത്? അത് ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. എഴുത്തച്ഛൻ അവാർഡ് 2017 ലഭിച്ചത് കെ സച്ചിദാനന്ദൻ. ദ മലയാളം നോവൽ
ദൈവത്തിൻ്റെ പുസ്തകം എന്ന മലയാളം നോവൽ എഴുതിയത് ആരാണ്? ടി.ഡി. രാമകൃഷ്ണൻ, സി. രാധാകൃഷ്ണൻ, കെ.പി. രാമനുണ്ണി, പെരുമ്പടവം ശ്രീധരൻ ആണ് ദ മലയാളം നോവൽ ദൈവത്തിൻ്റെ പുസ്തകം. അത് എഴുതിയത് ആരാണ്? കെ.പി. രാമനുണ്ണിയാണ്. ദൈവത്തിൻ്റെ പുസ്തകം എഴുതിയത്. മലയാളം ആക്ടർ ഇന്ദ്രൻസ് വൺ ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഫോർ ദ ഫിലിം. മലയാളം ആക്ടർ ഇന്ദ്രൻസ് ബെസ്റ്റ് ആക്ടർ അവാർഡ് മേടിച്ച ഫിലിം ഏതാണ്? ഒറ്റമുറി വെളിച്ചം, കിണർ, ഭയാനകം, ആളൊരുക്കം. ഇതിലേത് സിനിമയിലാണ് അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത്? ഓക്കെ, അപ്പോൾ ആളൊരുക്കം എന്ന മൂവിക്കാണ് ഇന്ദ്രൻസിന് അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത്. സോ ഇത്രയാണ് 20 ചോദ്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം എന്നെ അറിയിക്കുക. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു.